അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ റമദാനിലെ ഒന്നാമത്തെ നോമ്പിൻ്റെ പൂർത്തീകരണ സമയത്തിലേക്ക് നാം ചെന്ന് ചേരുകയാണ്. അല്ലാഹു തആല പരിപൂർണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മഗ്‌രിബിൻ്റെ സമയമായാൽ അല്ലെങ്കിൽ മഗ്‌രിബിൻ്റെ ബാങ്ക് വിളി കേട്ടാൽ വേഗത്തിൽ ആദ്യം ചെയ്യേണ്ടത് നോമ്പ് തുറക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അഅ്ജലുൽ ഫിത്ര, നോമ്പ് തുറക്കേണ്ട സമയമായാൽ വേഗത്തിൽ നോമ്പ് തുറക്കണമെന്നതാണ്. ആ സമയത്തുള്ള തിരക്കും, ആ സമയത്തുള്ള വിളമ്പലുകളും, ആ സമയത്തുള്ള ഭക്ഷണം അടക്കിപ്പറക്കലും, അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളും, അതുണ്ടാക്കാനുള്ള തിരക്കും, വിളമ്പാനുള്ള തിരക്കും, ഇതെല്ലാം മാറ്റിവെക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു സമയം വളരെ പ്രധാനമാണ്. നോമ്പ് തുറക്കാൻ നിങ്ങൾ വേഗത കാണിക്കുന്നിടത്തോളം കാലം നിങ്ങളെല്ലാവരും ഖൈറിൽ തന്നെയാണെന്ന്, നന്മയിൽ തന്നെയാണുള്ളതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ചെയ്യേണ്ടത് നോമ്പ് തുറക്കാനുള്ള നേരത്തെ തയ്യാറാക്കി വയ്ക്കുക. ബാങ്ക് വിളി കേട്ടാൽ വേഗത്തിൽ നോമ്പ് തുറക്കുകയും ചെയ്യുക. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ കാര്യം, മഗ്‌രിബ് ബാങ്കിന് തൊട്ട് മുമ്പുള്ള സമയമാണ്. പല കാരണങ്ങൾ കൊണ്ട് ദുആയ്ക്ക് ഏറെ ഇജാബത്തുള്ള ഒരു ഉത്തരം കിട്ടുന്ന ഒരു സമയം കൂടിയാണത്. മാത്രവുമല്ല, വളരെ പ്രാധാന്യമായുള്ളത്, നാം നോമ്പെടുത്ത് ആ നോമ്പിനെ പൂർത്തീകരിക്കപ്പെട്ട് അള്ളാഹുവിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. ദുആയ്ക്ക് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു സമയമാണ്. ഇജാബത്ത് ഉറപ്പുള്ള സമയം കൂടിയാണ്. അതുകൊണ്ട് ദുആയിൽ പങ്കുചേരുക. അതോടൊപ്പം നമുക്കറിയുന്ന സുന്ദരമായ ഒരു ദിക്ർ കൂടിയുണ്ട്. ഉഹദ് മലയോളം വലിയ പ്രതിഫലമുള്ള ഒരു ദിക്ർ, ചൊല്ലാൻ എളുപ്പമുള്ളതും നാവിന് ലളിതമായതും അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ളതും നാളെ മീസാനിൽ നന്മകൾ തൂക്കുന്ന തുലാസിൽ ഏറെ ഭാരമുള്ളതും ഉഹദ് മലയോളം ഭാരമുണ്ടെന്നും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പറഞ്ഞു പഠിപ്പിച്ച, നാം എല്ലാം കേട്ട് പഠിച്ചിട്ടുള്ള സുന്ദരമായൊരു ദിക്ർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, പള്ളികളിൽ ചൊല്ലാറുണ്ട്. വീടുകളിൽ ഉമ്മമാർ, സഹോദരിമാർ അത് ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു തവണയെങ്കിലും ഒന്ന് ചൊല്ലി പൂർത്തീകരിക്കാൻ സമയം നാം കണ്ടെത്തിയേ മതിയാകൂ. വലിയ പുണ്യമുള്ള ദിക്റാണ് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. ദുആയിൽ വിനീതനയപ്പെടുത്തണമെന്ന വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.